എല്ലാവർക്കും ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും അല്ലേ? ഓണത്തിൻ്റെ തിരക്കിൽ ഈ ഓണനാളുകളിൽ ഓണാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു സുജിത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏൽപ്പിക്കപ്പെട്ട മർദ്ദനം. പോലീസ് മുറകൾ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. അതൊക്കെ പഴയ കഥകളായി നാം മറന്നു തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. ഇന്ന് നമ്മുടെ പോലീസ് വളരെ ശക്തമായി നല്ല രീതിയിൽ തന്നെയൊക്കെ നിയമ സംവിധാനങ്ങളെ നോക്കി പോകുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ള ചെറിയ ചില തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഒരുപക്ഷേ ഈ നിയമ സംവിധാനത്തിന് തന്നെ നാണം കെടുത്തുന്ന വിധത്തിലേക്ക് അത് പോകാറുമുണ്ട്. പോലീസ് ഇങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഒരു കുറ്റവാളിക്ക് അവരുടേതായ അവകാശങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുക. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ലോകത്തിലെ ശിക്ഷയെപ്പറ്റിയുള്ള സാമാന്യ തത്വം. അത് ഇന്ത്യൻ നിയമസംഹിതയിലേക്ക് കടന്നു വന്നാൽ ഒരുവനെതിരെയുള്ള തെറ്റ് കുറ്റങ്ങൾ തെളിയിക്കപ്പെടുന്നിടം വരെ അവൻ വെറും കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റവാളിയല്ല എന്നാണ് നമ്മുടെ നിയമസംഹിതകൾ പറയുക. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമെന്ന് പറയുക, അവകാശമെന്ന് പറയുക വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ മനോഹരമായി വരച്ചിട്ടിരിക്കുന്ന അവകാശങ്ങളാണ് ആ അവകാശങ്ങൾ. ആർട്ടിക്കിൾ 21 ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിൾ പ്രകാരം സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണെങ്കിൽ ആർട്ടിക്കിൾ 22 പ്രത്യേകമായിട്ട് കുറ്റവാളികൾക്കുണ്ടാകുന്ന അവകാശങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിലാദ്യമായിട്ട് പറയുക, അവർ ചെയ്ത കുറ്റമെന്ത് എന്ന് അവർക്ക് അറിയുവാനുള്ള അവകാശമെന്നാണ്. അതായത് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് അറിയുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർക്ക് നിയമ സഹായം, അതായത് ഒരു അഭിഭാഷകൻ്റെ അല്ലെങ്കിൽ നിയമരംഗത്തു നിന്നുള്ള സഹായം കിട്ടുവാനുള്ള അവകാശമാണ്. വേറൊന്ന് എന്ന് പറയുക 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കപ്പെടണം എന്നുള്ള അവകാശമാണ്. ഇതൊക്കെ ഭരണഘടനാപരമായിട്ട് ഒരു പൗരന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അവകാശങ്ങളാണ്. ഇതില്ലാതാവുക, ശത്രുരാജ്യത്തെ ഒരാളാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കലിലേക്ക് ചില നിയമങ്ങൾ മൂലം നമ്മളെ പാർപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറ്റവാളികളെ തടങ്കലിലെടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ അവകാശങ്ങൾ ഇല്ലാതാവുക. ഇത് മാത്രമല്ല, കുറ്റവാളികൾക്ക് വേണ്ടുന്ന അവകാശങ്ങൾ എന്തെന്ന് 1997 DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ എന്ന കേസിൽ സുപ്രീം കോടതി വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പ്രതിപാദിക്കപ്പെട്ട 11 അവകാശങ്ങളിൽ നല്ല പങ്കും ക്രിമിനൽ നടപടി നിയമം, അതായത് CRPC മാറി പുതിയ BNSS ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത എന്ന ക്രിമിനൽ നടപടിക്രമത്തിലേക്ക് മാറി വന്നപ്പോൾ അത് വകുപ്പുകളായി തന്നെ ഇന്ത്യയിലെ ശിക്ഷാക്രമത്തിൽ, ക്രിമിനൽ നടപടിക്രമത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് എന്ന് ഒന്ന് നോക്കാം. നമ്മളാരും അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ അവകാശങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു അവകാശം നമുക്കുണ്ട്. ആ അവകാശമനുസരിച്ചുള്ള നീതി നമുക്ക് നടപ്പിലാക്കി കിട്ടേണ്ടതുമുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഈ നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്ന ഒന്ന് തന്നെയാണ്. അതായത് BNSSൻ്റെ 47-ാം വകുപ്പിലും അത് തന്നെ പറയുന്നു, റൈറ്റ് ടു ബി ഇൻഫോർംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്. ആ അറസ്റ്റ് എന്തിനാണ്, എന്ത് കാരണത്താലാണ്, ഏത് വകുപ്പ് പ്രകാരമാണ് എന്ന് നിർബന്ധമായിട്ടും ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അറിയിക്കുവാനായിട്ടുള്ള ബാധ്യത പോലീസിന് ഉണ്ട് എന്ന് തിരിച്ചറിയുക. ഇത്
സുപ്രീം കോടതി വിവിധ വിധികളിലൂടെ, പ്രത്യേകിച്ച് 2025 ഫെബ്രുവരിയിലുണ്ടായ ഒരു വിധിയിലൂടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇത് BNSSൽ പറയുന്ന കേവലം ഒരു വകുപ്പ് മാത്രമല്ല, ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ പോലീസിന് ഒരിക്കലും ആവില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് BNSSൻ്റെ 48-ാം വകുപ്പിൽ പറയുന്നത്, ഇതൊക്കെ DK ബാസു കേസിൻ്റെ ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നായിരുന്നു. അതായത് ഒരു കുടുംബാംഗത്തെ, സുഹൃത്തിനെ, ബന്ധുവിനെ ഈ അറസ്റ്റിൻ്റെ വിവരങ്ങൾ, താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വിവരം അറിയിക്കുവാനായിട്ടുള്ള അവകാശം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾക്കുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവകാശം കൊടുക്കുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ കാണാതായി പോകേണ്ട ആളല്ല, ജയിലിൽ അടപ്പെട്ടതിന് ശേഷം ഇയാളെപ്പറ്റി അറിവുകൾ ഉണ്ടാകേണ്ട ആളല്ല, ഇയാൾക്ക് നിയമസഹായത്തിന് അവകാശമുള്ളതാണ്. അതുകൊണ്ട് തന്നെ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു വന്ന തൻ്റെ ഒരു കുടുംബാംഗത്തെയോ സുഹൃത്തിനെയോ ബന്ധുവിനെയോ ഒക്കെ അറിയിക്കുവാനുള്ള അവകാശം നിയമപരമായിട്ട് BNSS ഉറപ്പ് നൽകുന്നുണ്ട്. അടുത്ത അവകാശം എന്ന് പറയുന്നത് സെക്ഷൻ 38 പറയുന്ന ഒരു നിയമ ഉപദേശം സ്വീകരിക്കുവാൻ, നിയമ വിദഗ്ധൻ്റെ അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ്റെ സഹായം സ്വീകരിക്കുവാനായിട്ടുള്ള അവകാശം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾക്കുണ്ടെന്നുള്ളതാണ്. പോലീസിനോട് പറയുകയാണ്, എനിക്ക് ഒരു നിയമസഹായം ആവശ്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഭരണഘടനാപരമായി തന്നെ കിട്ടുവാനായിട്ട് ആർട്ടിക്കിൾ 22(1) ഇത് പറയുക, ഉള്ള അവകാശം ഇവർക്കുണ്ടെന്നാണ്. ഇനി ഓർക്കുക, ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾക്ക് ഒരു അഭിഭാഷകനെ നിയമിക്കുവാനായിട്ട് ഉള്ള സാഹചര്യമില്ലെങ്കിൽ ഇതേ വകുപ്പ് പ്രകാരം തന്നെ സൗജന്യ നിയമസഹായത്തിന്, അതും ഇപ്പോൾ നിയമസഹായ അതോറിറ്റികൾ വഴിയായിട്ട് സർക്കാർ നൽകുന്നുണ്ട്, സൗജന്യ നിയമസഹായത്തിന് ഉള്ള അവകാശവും ഇവർക്ക് ഉണ്ട് എന്നറിയാണ്. മറ്റൊന്നെന്ന് പറയുക, അറസ്റ്റ് ചെയ്യപ്പെട്ട പോലീസ് കസ്റ്റഡിയിൽ തുടർച്ചയായിട്ട് ചുമ്മാ ഇരുത്തുവാൻ വേണ്ടിയിട്ടുള്ള അവകാശമൊന്നും പോലീസുകാർക്കില്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ട 24 മണിക്കൂറിനുള്ളിൽ എവിടെ വെച്ചാണോ, ഏത് കുറ്റകൃത്യത്തിനാണോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അതിൻ്റെ കീഴിൽ വരുന്ന അധികാരപരിധിയിൽ വരുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങളെ ഹാജരാക്കണമെന്നാണ് നിയമം പറയുക. അല്ലാതെ 2-3 ദിവസമോ പോലീസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുവാനായിട്ടുള്ള ഒരവകാശവും ആർക്കുമില്ല, പോലീസിനില്ല എന്ന് തിരിച്ചറിയുക. ഇത് BNSSൻ്റെ 57-ാം വകുപ്പിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, സുപ്രീം കോടതി വിവിധ വിധികളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നൊരു വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് ഈ 24 മണിക്കൂർ എന്ന് പറയുന്നത് FIR ഇട്ട ശേഷമുള്ള 24 മണിക്കൂറല്ല, പിന്നെയോ എപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നു, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നു, അതിനുശേഷമുള്ള 24 മണിക്കൂറാണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. അടുത്തതായിട്ട് ഉള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത് ഒരു വൈദ്യ പരിശോധനയ്ക്ക്, അതായത് BNSS 53, നിങ്ങൾക്ക് പോലീസ് കസ്റ്റഡിയിലാണ്, മർദ്ദനമേറ്റു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരുക പോലീസിൽ നിന്നോ അല്ലാതെ ഏറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗമുണ്ടെങ്കിൽ, വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു വൈദ്യൻ്റെ, ഒരു ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാകുവാനായിട്ടും, നിങ്ങളെ പരിശോധിച്ച ശേഷം എന്തെങ്കിലും രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവകാശമായി വേണ്ട ചികിത്സ കിട്ടുവാനായിട്ടുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തെപ്പറ്റി BNSS 53-ാം വകുപ്പാണ് കൃത്യമായിട്ട് പറയുക. ഇനി പോലീസിന് എന്തൊക്കെയാണ് നിങ്ങൾക്കെതിരെ ചെയ്യാവുന്ന റിസ്ട്രെയിൻറ്റുകൾ, തടസ്സങ്ങൾ? ഒരുപക്ഷെ നിങ്ങൾ ആ തടങ്കലിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ, രക്ഷപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു റെസ്ട്രെയിൻറ്റ് മാത്രമേ, തടസ്സം മാത്രമേ പോലീസിന് നിങ്ങൾക്കെതിരെ നടത്തുവാനായിട്ട് സാധിക്കൂ. ചുമ്മാ നിൽക്കുന്ന പോലീസിൻ്റെ മുമ്പിൽ അനുസരിച്ച് ആജ്ഞാനുവർത്തികളായിട്ട് അവർ പറയുന്നതനുസരിച്ച് അവർക്ക് കൃത്യമായ മറുപടി കൊടുത്തു നിൽക്കുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാനായിട്ടോ ഇടിക്കുവാനായിട്ടോ നിയമമില്ല എന്ന് തിരിച്ചറിയുക. BNSSൻ്റെ അതായത് 46-ാം വകുപ്പിൽ ഇത്രയും കൃത്യമായി തന്നെ ഇത് വിവക്ഷിച്ചിട്ടുണ്ട്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ, ഒരു വനിതയാണെങ്കിൽ, രാവിലെ 6-നും വൈകുന്നേരം 6-നും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാവുള്ളൂ എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പ്രത്യേക പരിരക്ഷയാണ്, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നുള്ളെടുത്ത ഒരു നിയമ സംരക്ഷണമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. മറ്റൊന്നും കൂടിയുണ്ട്. അറസ്റ്റ് എന്ന് പറയുന്നത് നിയമമാണെന്ന് പറയുന്നത് ഒരിക്കലും നിയമപരമായി എന്നതുകൊണ്ട് മാത്രം അത് ന്യായീകരിക്കപ്പെടുകയില്ല. അത് ഒരു അന്വേഷണത്തിനെ സഹായിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇനിയൊരു
കുറ്റകൃത്യത്തെ തടയാനുള്ളതാണ്. അല്ലാതുള്ള ഒരു അറസ്റ്റ് എന്ന് പറയുന്നത്, അല്ലാതെ നിങ്ങൾ കൊടുത്ത ഡിറ്റൻഷനുകൾ നിയമപരമെന്ന് പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 25 വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു വിധി, വിഹാൻ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോലീസുകാർ അറസ്റ്റ് ചെയ്യപ്പെട്ട അറസ്റ്റിൻ്റെ വിവരങ്ങൾ ആ കുറ്റവാളി അല്ലെങ്കിൽ ആ കുറ്റാരോപിതനോട് പറയുവാൻ വിട്ടുപോയാൽ ആ അറസ്റ്റെന്ന് പറയുക നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിക്ക് ഇത്രയൊക്കെ അവകാശങ്ങൾ ഉണ്ടാവും എന്ന്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കുറ്റാരോപിതൻ എന്ന് പറയുന്നത് അവനെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധി തന്നെയാണ്. അത് ശരിയാണ് എന്ന് വെക്കുന്ന ചില വീഡിയോകളാണ് ഈ ദിവസങ്ങളിൽ സുജിത്തിൻ്റെ അറസ്റ്റിലൂടെ പുറത്തു വന്നത്. കുടുക്കുവാൻ വേണ്ടിയിട്ടുള്ള, ഭീഷണിപ്പെടുത്തുവാനായിട്ടുള്ള മാർഗങ്ങളല്ല അറസ്റ്റ് എന്ന് തിരിച്ചറിയുക. കേരള പോലീസ് നൽകുന്ന സേവനങ്ങളെ ഏറെ ബഹുമാനത്തോടെ നൽകുന്നു, ഏറെ അഭിമാനത്തോടു കൂടി അവർ നൽകുന്ന സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ഓർക്കുന്നു. പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ഈ കളങ്കങ്ങൾ അത് തീരാ കളങ്കങ്ങളായി മാറും. നിങ്ങളിടുന്ന കാക്കിക്ക്, നിങ്ങളിടുന്ന യൂണിഫോമിന് ഈ നാടിൻ്റെ ബഹുമാനവും ആദരവുമുണ്ട്. അത് നിയമത്തെ പാലിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയുക.